മൃദുഭാവേ ദൃഢകൃത്യേ കണ്ണൂർ സ്ക്വാഡ് സിനിമയിലെ പാട്ടിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇന്ന് റിലീസായ മലയാളത്തിലെ ഒരു സിനിമയുടെ പേരാണിത്. ഷാജു കാരിയ സംവിധാനം ചെയ്ത സിനിമയാണിത്. MBDK എന്നൊക്കെയാണ് ഇവർ ഇതിനെ ഷോർട്ട് ഫോം ആക്കി വിളിക്കുന്ന പഞ്ചിന് വേണ്ടിയിട്ട്. ഇതൊരു സോഷ്യൽ ഡ്രാമ സിനിമയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനറിന്റെ എല്ലാ ചേരുവകളും ചേർത്താണ്. ഇപ്പം ഡാൻസ്, പാട്ട്, അതായത് ഐറ്റം ഡാൻസ്, പിന്നെ കോമഡി, ഫൈറ്റ് എല്ലാം ഉള്ളൊരു സിനിമയാണ്. ഞാൻ സത്യത്തിൽ ഇന്ന് ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയ്ക്കാണ് പോയത്. പക്ഷെ അതിന് 10 പേരുണ്ടെങ്കിലേ സിനിമ ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് കറക്റ്റ് ഫ്രീ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഫ്രീ ടിക്കറ്റിന് എനിക്കല്ല ഫ്രീ ടിക്കറ്റിന് ആളുള്ളതുകൊണ്ട് ഷോ ഉണ്ടായിരുന്നു. അതിനെപ്പോലെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഇതിൻ്റെ ടീം അത്യാവശ്യം പ്രൊമോഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പടം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പല പോസ്റ്ററുകളും പല ഗ്രൂപ്പുകളിലും ഒക്കെ പേയ്മെൻറ്റ് കൊടുത്തിട്ടായിരിക്കുമല്ലോ ഓഫ് കോഴ്സ്. പക്ഷേ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഇവരുടെ ടീമിന് ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും ആ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ ആ പ്രൊമോഷൻ്റെ പേരിലൊന്ന് സിനിമ കണ്ടാക്കാമെന്ന് കരുതിയാണ് ഇതിന് ടിക്കറ്റ് എടുത്തത്. അങ്ങനെ സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ സിനിമയുടെ ഒരു മൂഡ് മനസ്സിലായി. 3 വാക്കാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്: തട്ടിക്കൂട്ട്, കച്ചറ, കൂതറപ്പടം. ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി. കാരണം എൻ്റെ പൈസയ്ക്കും സമയത്തിനും വിലയുണ്ട്. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരുടെ സമയത്തിനും പൈസയ്ക്കും ഒക്കെ വിലയുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ ഒരു നിലവാരമില്ലാത്ത പടങ്ങൾ തിയേറ്ററിലോട്ട് പടച്ചു വിടുമ്പോഴത്തേക്ക് കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. 1% പോലും റെസ്പെക്റ്റ് കൊടുക്കാത്തൊരു സിനിമയാണ് മൃദുഭാവേ ദൃഢകൃത്യേ. ഇതൊക്കെ ഇന്നത്തെ ഷോർട്ട് ഫിലിമിന് ഇതിലും ക്വാളിറ്റി ഉണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ സിനിമ കാണാനാണ് റിവ്യൂ പറയുന്നതെന്ന് ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ, ഇന്ന് ധ്യാൻ്റെ പടമുണ്ട്, ശ്രീനാഥ് വാസിയുടെ പടമുണ്ട്. ഈ 2 സിനിമ ഉള്ളപ്പോൾ എനിക്ക് എന്തിൻ്റെ വിഷമമാണ് ഈ സിനിമയുടെ റിവ്യൂ ആദ്യം പറയണമെങ്കിൽ. അത് ഞാൻ കണ്ടുകൊണ്ടാണ്. ഞാൻ ഒരു 10 സെക്കൻഡ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നില്ല. കാരണം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പേര് വല്ല കോപ്പിറൈറ്റോ സീനോ ഒന്നും വരണ്ട. അതല്ലാതെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടെന്ന് ഇതിനൊന്നും ആരും പോത്തോലും ഇല്ല. അപ്പോൾ റിവ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവരെന്ത് പ്രൊമോട്ട് ചെയ്ത കാശ് കൂടെ പോയി. സണ്ണി ലിയോണെ വെച്ച് ഡാൻസ് ഒക്കെ ഉണ്ട് പടത്തിൽ. അതൊക്കെ എന്ത് കാര്യത്തിന്? ഇങ്ങനത്തെ സിനിമയൊക്കെ തിയേറ്ററിൽ ഇതൊക്കെ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്നതിന് പകരം ഇതൊക്കെ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ഇതിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ ഇട്ട് കാണണം. തിയേറ്ററിലോട്ട് ഇറക്കാൻ വേണ്ടിയുള്ള സംഘടനയിലെ ആൾക്കാരൊക്കെ. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇതുമില്ലാത്ത പടങ്ങളൊന്നും തിയേറ്ററിലോട്ട് ഇറക്കി വിടരുത്. വിട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ റിവ്യൂ വരും. അല്ല അപ്പോൾ അത് കേട്ടോണ്ട് ഇരിക്കാതെ ചെവിയും പൊത്തിപ്പിടിച്ചോ അല്ലെ റിവ്യൂക്കാർ സിനിമ നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിനിമയുടെ ഡയറക്ടറുടെ പേര്, എനിക്ക് ഈ സിനിമയുടെ ആക്ടേഴ്സിൻ്റെ ഒക്കെ പേര് ഞാൻ നോക്കി. ഞാൻ പറയാത്തതാണ്, കാരണം ഒന്നും നല്ലത് പറയാനില്ല. എനിക്ക് പറയാനൊരു മടിയാണ്, ഒരു ചമ്മലാണ്. അതല്ലാതെ ഗൂഗിളിൽ നോക്കി എല്ലാവരുടെയും പേര് കിട്ടും. IMDbയിൽ ഉണ്ട് എല്ലാവരുടെയും പേര്. അപ്പോൾ അടുത്ത വർക്കിൽ നിങ്ങളെല്ലാം അടിപൊളിയാക്കും. നല്ല ടീമിനെ നോക്കി, നല്ല ടീമും നല്ല കഥയും നോക്കി സെലക്ട് ചെയ്യൂ. ഇത് ഒരു കഥയില്ലാത്ത, ഒരു നിലവാരമില്ലാത്ത, ഒരു മാർക്ക് ഒന്നല്ല 0.1 പോയിന്റ് പോലും കൊടുക്കാൻ ഇതില്ലാത്ത പടമാണ് ഈ മൃദുഭാവേ ദൃഢകൃത്യേ. അപ്പോൾ തന്നെ ഈ സിനിമയ്ക്ക് എനിക്കുള്ള റേറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.